ഞാൻ എറണാകുളം ജില്ലയിൽ എറണാകുളം ടൗണിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് രാജു മൈക്കിൾ, അമ്മ എലിസബത്ത്. അമ്മയുടെ പേരും എൻ്റെ പേരും ഒന്ന് തന്നെയാണ്. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന്. ഞാൻ എൻ്റെ അമ്മയോടും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ ഗ്രാൻഡ് മദറിൻ്റെ പേര് എലിസബത്ത് എന്നായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഗ്രാൻഡ് മദറോട് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് എനിക്കും അതേ പേര് തന്നെ ഇട്ടു എന്നാണ്. പക്ഷെ പലപ്പോഴും അതൊരു എന്താ പറയുക, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. കാരണം ചിലപ്പോൾ ഫോണൊക്കെ വീട്ടിൽ വരുമ്പോൾ ചെറുതിലെ എന്നെ വിളിക്കുകയാണോ അമ്മേനെ വിളിക്കുകയാണോ എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. എന്നിരുന്നാൽ കൂടി ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ എനിക്ക് 3 സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ 4 മക്കളാണ്. 4 പേരും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡായിരിക്കുന്നു. അച്ഛയുടെ പേര് രാജു മൈക്കിൾ എന്നാണ്. അച്ഛ സ്റ്റേറ്റ് സർവീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. എറണാകുളം കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ GM ആയിട്ട് റിട്ടയർ ചെയ്തു. അമ്മ ടീച്ചറായിരുന്നു. എറണാകുളത്ത് തന്നെ സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്കൂളിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിരുന്നു. 2 പേരും ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ എറണാകുളത്ത് തന്നെയാണ് ഇപ്പം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കടവന്ത്രയാണ് താമസിക്കുന്നത്. എനിക്ക് 2 ആൺകുട്ടികളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റെവിൻ ജോർജ്, അദ്ദേഹം IT പ്രൊഫഷണലാണ്. എൻ്റെ 2 മക്കളും എറണാകുളത്ത് തന്നെ പഠിക്കുകയാണ്. അതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. എൻ്റെ ചെറുപ്പകാലഘട്ടത്തെ പറ്റി ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ ആ തറവാട്, എൻ്റെ വീട്, മുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന പള്ളി, അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വരിക. കാരണം ഒരു ഡിവോഷണൽ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭക്തി ഗാനങ്ങളിലേക്ക് എന്നെ ഒരുപാട് നയിച്ച ഒരു ഫാക്ടറാണ് എൻ്റെ വീടിൻ്റെ തൊട്ടു മുമ്പുള്ള മാതാവിൻ്റെ പള്ളി. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ആ പള്ളിയോട് ഞങ്ങൾക്ക് വളരെ അടുത്തൊരു ബന്ധമാണ്. അതിൽ സ്ഥിരമായിട്ട് ഞാൻ കൊയറ് പാടിയിരുന്നതാണ്. ഇപ്പോഴും അവിടെ പെരുന്നാൾ വരുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ വളരെ സന്തോഷത്തോടെ പോയി പാടും. മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാട് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നെല്ലാം എൻ്റെ പേരൻസ് വളരെ ഇൻസിസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പരമാവധി ഞങ്ങളത് പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ചെറുപ്പകാലത്തുള്ള മടിയെല്ലാം ഒഴിച്ചു വെച്ചാൽ മാക്സിമം ഞങ്ങൾ പോയിരുന്നു പള്ളിയിൽ. അതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അമ്മയാണ് പാട്ടുകൾ പറഞ്ഞ് തന്നിട്ടുള്ളത്. കൊന്ത എത്തിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു 2-3 പാട്ടുകൾ പാടാൻ ഞങ്ങൾക്ക് പതിവാണ്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ പാട്ടിലേക്ക് ഉള്ളൊരു എൻട്രി ശരിക്കും കുടുംബ പ്രാർത്ഥനയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആദ്യം പാട്ട് പഠിപ്പിച്ചത് എൻ്റെ അമ്മ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അമ്മയാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥനാ ഗാനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ചെറുപ്പകാലമായതുകൊണ്ട് അത്ര ഓർമ്മയില്ല. 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഞാൻ പാട്ട് പാടുമ്പോൾ അച്ഛ അത് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഫാദർ അച്ഛ പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ പാട്ട് ഇഷ്ടപ്പെടുകയും എൻജോയും ചെയ്യുന്ന ഒരു ആളാണ് എൻ്റെ അച്ഛ. അപ്പോൾ ആ പാട്ടുകൾ കേട്ടിട്ടാണ് എന്നെ കലാഭവനിൽ പാട്ട് പഠിക്കാനായിട്ട് അച്ഛ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ 4 വയസ്സേ ഉള്ളൂ ഞാൻ പാട്ട് പഠിക്കാൻ ചെല്ലുമ്പോൾ. എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയണ പ്രായമല്ല. അപ്പോൾ അതൊക്കെ ഇപ്പോഴും വളരെ നല്ല ഓർമ്മകളായിട്ട് നിലനിൽക്കുകയാണ് എൻ്റെ മനസ്സിൽ. കലാഭവനിൽ പാട്ട് പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടി. അപ്പോൾ ടീച്ചർ ആനി എന്ന് പറഞ്ഞ ടീച്ചറാണ് എൻ്റെ ആദ്യ ഗുരു. അപ്പോൾ ആനി ടീച്ചറിനെ മടിയിൽ ഇരുത്തിയിട്ടാണ് എനിക്ക് പാട്ടുകൾ പറഞ്ഞു തന്നിരുന്നത്. എന്നിട്ട് ഡയറിയിൽ ടീച്ചർ തന്നെ എഴുതി തരും. ഡയറി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അച്ഛൻ വിളിക്കും, ഡയറി എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ ഡയറി നോക്കിയിട്ട് അച്ഛൻ ഇന്ന പാടാണല്ലോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ പാടും.
അങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ഈ പാട്ടിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നത്. പിന്നെ കൊയറിലൊക്കെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിരുന്നു. എൻ്റെ 3 സിസ്റ്റേഴ്സും പാടും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൊയറിൽ അംഗങ്ങളായിരുന്നു. പിന്നീട് ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയപ്പോൾ അതിൻ്റെ അംഗസംഖ്യ ഇങ്ങനെ കുറഞ്ഞു വന്നു. പിന്നെ ലാസ്റ്റ് അനിയത്തിയായി അവിടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴെല്ലാം അവിടെ പോയി ജോയിൻ ചെയ്യും. അതൊരു വലിയ സന്തോഷമാണ് എനിക്ക്. പ്രത്യേകിച്ച് കൊയർ പാടാനായിട്ട് എനിക്ക് വളരെ ആഗ്രഹമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പ്രാർത്ഥന ഡബിളായിട്ട് ഇങ്ങനെ ചേർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയൊരു സന്തോഷമാണത്. പിന്നെ ഞാൻ പാട്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് പേര് വന്ന് പറയും, നല്ല പാട്ടായിരുന്നു കുർബാനയ്ക്ക്, വളരെ സന്തോഷമായി അവർക്ക് ആ കുർബാന കൂടുമ്പോൾ. നല്ല പാട്ടുകൾ ഭക്തി നിർഭരമായിട്ട് അവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു വലിയ ഒരു സന്തോഷവും ഒരു അംഗീകാരവുമാണ്. ഒരു പാട്ടുകാരിയെ സംബന്ധിച്ച് അത് തന്നെയാണ് വലിയൊരു സന്തോഷം. കാരണം നമ്മുടെ പാട്ടുകളിലൂടെ അനേകം പേരും ദൈവത്തിലേക്ക് അടുക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണല്ലോ. കുട്ടിക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മ ഒരുപാട് പ്രാർത്ഥനാ ഗാനങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു എന്ന്. അപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന 1-2 പേരെയും കൂടി ഓർക്കുകയാണ്. എൻ്റെ ഗ്രാൻഡ് പാരൻസ്, അമ്മയുടെ അച്ഛനും അമ്മയും, എൻ്റെ ചാച്ചനും അമ്മമ്മയും. അപ്പം അമ്മയുടെ വീട്ടിൽ വെക്കേഷന് പോയി നിൽക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുമ്പോഴൊക്കെ ചാച്ചനും പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പള്ളിയിൽ മത്സരങ്ങൾക്കെല്ലാം സൂപ്പർ സീനിയേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ പാടി സമ്മാനമൊക്കെ മേടിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ചാച്ചനും ഞങ്ങൾക്ക് 4 പേർക്കും പാട്ടുകൾ പറഞ്ഞു തരിക പതിവാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നൊരു പാട്ടാണ് നിർമ്മലമായൊരു എന്ന ഗാനം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. ഈ പാട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എൻ്റെ ചാച്ചനാണ്. പിന്നീട് ഞാൻ പള്ളികളിലൊക്കെ ഒരുപാട് ഈ പാട്ട് കൊയറിലൊക്കെ പാടിയിട്ടുണ്ട്. കുറേ നല്ല പാട്ടുകൾ, അങ്ങനെ പഴയ പാട്ടുകൾ അങ്ങനെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുകയാണ്. പിന്നെ മത്സരങ്ങൾക്കാണെങ്കിലും പള്ളിയിലാണ് എൻ്റെ തുടക്കം. ലളിതഗാന മത്സരങ്ങളിൽ പാടുക. അപ്പം ആ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം 1-ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് കോമ്പറ്റീഷന് ചേരുന്നത്. അന്ന് പാടിയ പാട്ട് ദാസങ്ങൾ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. ഇതായിരുന്നു കോമ്പറ്റീഷൻ ആദ്യം പാടിയ പാട്ട്. പിന്നീട് ഓരോ കൊല്ലവും അച്ഛൻ തന്നെയാണ് പാട്ടുകൾ തിരഞ്ഞെടുത്ത് തരുന്നതും പ്രാക്ടീസ് ചെയ്യിക്കുന്നതും പാടിക്കുന്നതും ഒക്കെ. അതൊരു വളരെ നല്ല കുറേ ഓർമ്മകളാണ്. പള്ളിയിൽ അതുപോലെ കുടുംബഗാനം, കുറേ ഇങ്ങനെ കാറ്റഗറീസ് ഉണ്ടല്ലോ മത്സരങ്ങൾക്ക്, ഗ്രൂപ്പ് സോങ്. അപ്പോൾ കരോൾ ഗാനങ്ങൾ വരും. കരോൾ ഗാനത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചേച്ചിമാരും അനിത്യയൊക്കെ ഉണ്ട് പാടാൻ. അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ 4 പേരുണ്ട് പാടാൻ. അതിൻ്റെ കൂടെ യൂണിറ്റ് തലത്തിലുള്ള വേറെ കുറച്ച് സിംഗേഴ്സൊക്കെ വരും. അപ്പം ഞാൻ 2-3 കൊല്ലം അടുപ്പിച്ച്, 3 കൊല്ലം എനിക്കൊന്ന് അടുപ്പിച്ച് ഞങ്ങൾക്ക് തന്നെയാണ് കരോൾ സോങ്ങിന് ഫസ്റ്റ് കിട്ടിയത്. അതിൽ മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് ചിത്രേച്ചിയുടെ പാട്ട്. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തികി പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി വാത്സല്യമൂലും പൊൻപൈതലായോ ആത്മീയ ജീവൻ നൽകുന്നിതാ. ഈ പാട്ട് ഒരുപാട് ഞങ്ങൾ മത്സരവേദികൾ പാടിയിട്ടുണ്ട്. ഒക്കെ നല്ല കുറേ ഓർമ്മകളാണ്. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അന്നത്തെ ആ ദിവസങ്ങളൊക്കെ ഓർക്കും ഞാൻ.
പിന്നെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻസിന് പങ്കെടുത്തിരുന്നു ചെറുപ്പ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം. കലാഭവനിൽ പാട്ട് പഠിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വീട്ടിൽ കെസ്ട്രേറ്റൻ്റെ ബ്രദർ ഫെലിക്സ് സാർ എന്നെ പാട്ട് പഠിക്കാനായിട്ട് വന്നിരുന്നു, വീട്ടിൽ വന്ന് പഠിപ്പിച്ചിരുന്നു. ഞാൻ 10th വരെ പഠിച്ചിരുന്നത് കച്ചേരിപ്പടിയിലുള്ള സെൻറ് ആൻ്റണീസ് കോൺവെൻറ്റ് സ്കൂളിലാണ്. LKG തൊട്ട് 10ാം ക്ലാസ് വരെ. ആ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ചെറിഷ് ചെയ്യും ഞാൻ. പ്രത്യേകിച്ച് അവിടുത്തെ അധ്യാപകർ, എൻ്റെ മ്യൂസിക് ടീച്ചേഴ്സ്, ഇന്ദിര ടീച്ചറും ഉഷ ടീച്ചറും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 ടീച്ചേഴ്സാണ് അവർ. കാരണം അവരതുപോലെ എന്നെ എൻ്റെ പഠന കാലഘട്ടത്തിൽ സ്കൂൾ ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ല പാട്ടുകൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ കുറേ പ്രയർ സോങ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യും കൂടിയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ സ്റ്റുഡൻസിന് ആ പാട്ടുകൾ ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ ആ പാട്ട് ഞാൻ പഠിപ്പിക്കുമ്പോഴും ഈ ടീച്ചേഴ്സിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓർക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ പാട്ടുകളിലൂടെയൊക്കെ ആ ടീച്ചേഴ്സ് ഇന്നും മനസ്സിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ലളിതഗാനങ്ങൾ സെലക്ട് ചെയ്ത് തരാനൊക്കെ ഈ ടീച്ചേഴ്സ് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യിക്കാനും. അതുപോലെ സ്പോർട്സിലൊക്കെ എനിക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഇഷ്ടമായിരുന്നു കളിക്കാൻ, വെയിലത്ത് കളിക്കാൻ പോകാനൊക്കെ. പക്ഷേ ഈ ടീച്ചേഴ്സ് എന്നെ സമ്മതിക്കില്ല. വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അയ്യോ തൊണ്ട പ്രശ്നവും, വെയിലത്ത് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും. ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പരിഭവം തോന്നുമായിരുന്നെങ്കിലും, കാരണം കുട്ടികൾ എൻജോയ് ചെയ്യുന്നു, കളിക്കുന്നു, അപ്പം അത്ര എൻജോയ്മെൻറ്റ് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. കാരണം അവരതുപോലെ നമ്മളെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പോഴും ഞാനത് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. അതുപോലെ എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ക്ലാസ് ടീച്ചർ എലിസബത്ത് ടീച്ചറും എൻ്റെ സെയിം പേരാണ് എൻ്റെ ടീച്ചറിന്. അതൊരു കോയിൻസിഡൻസ് ആണ്. അതൊക്കെ വളരെ നല്ല ഓർമ്മകളാണ്. ആ കാലഘട്ടത്തിൽ കലോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു. സ്റ്റേറ്റ് പാലക്കാട് നടന്ന വർഷം എനിക്ക് ലളിതഗാനത്തിന് ഫസ്റ്റായിരുന്നു. അതിനുശേഷം സ്കൂൾ അസംബ്ലിക്ക് ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അരുൾ ജ്യോതി സിസ്റ്റർ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. നല്ല കുറേ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. അന്നൊരു സ്പെഷ്യൽ അസംബ്ലി ആയിരുന്നു എനിക്ക് കോമ്പറ്റീഷന് വിൻ ചെയ്തപ്പോൾ. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സമ്മാനമൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഗ്രൗണ്ടിലുള്ള എല്ലാ കുട്ടികളും ഓടി വന്ന് എന്നെ ഹഗ് ചെയ്യുകയാണ്, എന്നെ കെട്ടിപ്പിടിച്ചു. അതെനിക്ക് തോന്നുന്നു ഒത്തിരി ആ ഒരു പ്രായത്തിലായതുകൊണ്ടായിരിക്കാം എനിക്ക് വളരെ അതിശയം തോന്നിയൊരു കാര്യമായിരുന്നു. ഇത്ര ഇഷ്ടമുണ്ടോ എന്നോട് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ചേച്ചിമാർ. കാരണം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയുള്ള കുട്ടികളാണല്ലോ. അപ്പം അവരുടെ എല്ലാം സ്നേഹം ഒരുപാട് അന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണ്, എനിക്ക് തോന്നുന്നു ഞാൻ 7ിലൊക്കെ പഠിക്കുമ്പോഴാണ് ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത് ഞാൻ. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എല്ലാ ഹിന്ദി സോങ്സാണ് കൂടുതൽ പാടുക. അപ്പം ഞാൻ ഒരു വർഷം അവിടെ ചെന്നപ്പോൾ 6ൽ പഠിക്കുമ്പോൾ ഒരു കൊല്ലം പോയിരുന്നു അവിടെ. അന്ന് മലയാളം പാട്ടാണ് ഞാനവിടെ പാടിയത്. പിന്നത്തെ വർഷം 7ൽ പഠിക്കുമ്പോൾ ഞാനും ഹിന്ദി ഒരു പാട്ട് തന്നെ പഠിച്ചു പാടി അവിടെ. ഹിന്ദി ഭാഷ അത്ര വശം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്നിരുന്നാൽ കൂടി ഹിന്ദി പാട്ടുകൾ വളരെ ചെറുപ്പം തൊട്ട് ഞാൻ കേൾക്കുമായിരുന്നു. കാരണം എൻ്റെ പേരൻസിന് ഹിന്ദി പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി പാട്ടുകൾ വെച്ചുകൊണ്ടിരിക്കും. ലതാജിയുടെ പാട്ടുകൾ, റഫി സാറിൻ്റെ പാട്ടുകൾ, ഇങ്ങനെ ഒത്തിരി പാട്ടുകൾ അങ്ങനെ കേട്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം എനിക്കും വളരെ ഇഷ്ടമാണ് ഹിന്ദി പാട്ടുകൾ, പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ. അപ്പം അങ്ങനെ അത് പാടി അവിടെ ഫസ്റ്റ് മേടിച്ചു. ഫസ്റ്റ് ദൈവം സഹായിച്ച് നേടാൻ പറ്റി എന്നുള്ളതിനൊരു വലിയ സന്തോഷം. കാരണം അത്ര കോമ്പറ്റീഷനാണ് അവിടെ പോയി കഴിഞ്ഞാൽ. ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ കുട്ടികളാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വരിക. അപ്പോൾ അവിടെ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു മനോരമയിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും അങ്ങനെയുള്ള പത്രങ്ങളിലെല്ലാം അതിൻ്റെ ഒരു ന്യൂസ് വന്നു. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഗാനമേളകളിലേക്കൊരു എൻട്രി വന്നത്. അപ്പം ഞാൻ കലാഭവനിൽ പാടിയിരുന്നു, കൊച്ചിൻ CACയിൽ പാടിയിരുന്നു, പാല കമ്മ്യൂണിക്കേഷൻസ്, ബ്ലൂ ഡയമണ്ട്സ്, സാക്സ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിൽ എന്നെ പാടാനായിട്ട് ക്ഷണിച്ചു. ഫസ്റ്റ് ഞാൻ പാടുന്നത് കൊച്ചിൻ ഗിന്നസിലാണ്. അപ്പോൾ അതിനുശേഷം കുറേ നാളത്തേക്ക് പിന്നെ ഞാൻ കൊച്ചിൻ CACയിലാണ്, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ കണ്ടിന്യൂ ചെയ്തു. ഒരു 8-10 വർഷത്തോളം ആ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു ഞാൻ പാടിയിരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രൊഫഷണൽ രംഗത്തോട്ട് ഞാനൊരു 7ൽ പഠിക്കുമ്പോഴാണ് കടന്നു വരുന്നത്.
അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് റെക്കോർഡിങ്ങിൻ്റെ ഒരു മേഖലയിലേക്കും വരുന്നത്. അപ്പോൾ അതിന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ സിസ്റ്റർ സുധ. സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, മോള് പാടുന്നുണ്ടെന്നുള്ള അറിയാം. അപ്പം എൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു, പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു. അപ്പം ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ആൽബം, അന്ന് കാസറ്റ് ചെയ്യുന്നുണ്ട്, അപ്പം അന്ന് വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു. ഗ്രൂപ്പായിട്ട് പാടാനായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ ആലാബ് സ്റ്റുഡിയോയിലാണ് ചെല്ലുന്നത് ഫസ്റ്റ് റെക്കോർഡിങ്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ വേറെ 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട് പാടാൻ. ഇപ്പോൾ കോറസിലൊക്കെ വളരെ സജീവമായിട്ട് പാടുന്ന ചേച്ചിമാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാനൊരു കുഞ്ഞു കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും എനിക്ക് ധാരണയില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിലും കൂടിയാണ് നമ്മൾ പാടാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പാടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്നെ ബൂത്തിലേക്ക് വിളിക്കുന്നുണ്ട്. ഫ്രെഡി അങ്കിളുണ്ടെന്ന്, ഫ്രെഡി പള്ളൻ, ഫ്രെഡി അങ്കിളും ഇഗ്നേഷ്യസ് ചുള്ളിയിൽ അച്ഛനും. അപ്പോൾ അച്ഛൻ ഹാർമോണിയം വെച്ച് പാട്ടിങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോടൊന്ന് പാടുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞിരുന്ന പാട്ടുകൾ ഞാൻ പാടി. അത് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് സോളോ പാടിക്കുകയാണ്. നല്ലൊരു ആരാധന ഗീതം പാടി. അത് നേരെ അങ്ങ് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടു. അതിനുശേഷം ഞാൻ അതേ CD-യിൽ അല്ലെങ്കിൽ അതേ കാസറ്റിൽ തന്നെ കെസ്റ്ററിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റും കൂടി പാടി. അങ്ങനെയാണ് ശരിക്കും റെക്കോർഡിംഗ് തലത്തിലോട്ട് ഉള്ള എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗ്രൂപ്പായിട്ട് പാടാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു സോളോ പാടാൻ പറ്റി. ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പാട്ട്. സ്വർഗത്തിൽ നിന്നിങ്ങു വന്ന നിത്യമാം ജീവന്റെ അപ്പം ഞാൻ, സ്നേഹമാർന്നെന്നെ സ്വീകരിക്കും, മാനവർ ജീവിക്കും എന്നുമെന്നും, മോക്ഷ സൗഭാഗ്യവും നേടും എന്നരുൾ ചെയ്യുന്നു നാഥൻ. സ്വർഗത്തിൽ നിന്നിങ്ങു വന്ന നിത്യമാം ജീവന്റെ അപ്പം ഞാൻ. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പ്രോഗ്രാമുകളും റെക്കോർഡിങ്ങുകളൊക്കെ ആയിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. ഒരുപാട് നല്ല നല്ല പ്രസിദ്ധരായിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. അതൊരു വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ തുടക്ക കാലഘട്ടത്തിലാണ് ഞാൻ ഓർക്കുന്നുണ്ട് ജെറി അമൽദേവ് സാറ്. ജെറി മാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്ന്, എൻ്റെ വീട്ടിൽ അന്നൊരു ഹാർമോണിയപ്പെട്ടി ഉണ്ട്. അപ്പം എനിക്ക് 7ൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ അത് മേടിച്ചു കൊണ്ട് തരുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം മാഷ് ഹാർമോണിയപ്പെട്ടി ഉണ്ടോയെന്ന് ചോദിച്ചു. വേഗം അത് ഡ്രോയിങ് റൂമിൽ കൊണ്ടുവച്ചു. മാഷ് അത് വായിച്ചിട്ടാണ് പാട്ട് പഠിപ്പിച്ചു തരുന്നത്. നല്ല അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ്. മാഷിൻ്റെ ഞാൻ ആദ്യം പാടുന്നത് ആ പാട്ടാണ്. ഞാനാരുമല്ല നിൻ മുന്നിൽ എൻ്റെ ദൈവമേ, ഞാൻ തൃണം മാത്രമാണല്ലോ നിന്റെ സന്നിധേ. ഞാൻ ആരുമല്ല നിൻ മുന്നിൽ എൻ്റെ ദൈവമേ. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ലിറിക്സാണ്. ഞാൻ ആരുമല്ല നിൻ മുമ്പിൽ, വെറും തൃണം, പുല്ല് പോലെ. അത്രയും വിലയുള്ളൂ മനുഷ്യർക്ക് അല്ലേ ദൈവത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ടിൻ്റെ വരികൾ എൻ്റെ മനസ്സിലോട്ട് വരാറുണ്ട്. അതൊരു എപ്പോഴും നമുക്കൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് തീർച്ചയായിട്ടും. അപ്പം മാഷിൻ്റെ പിന്നെ ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റി. അതിൽ വളരെ ഹിറ്റായൊരു പാട്ടാണ് അൽഫോൻസാമ്മയെ പറ്റിയിട്ടുള്ള പാട്ട്. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാ തന്നെ, നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാ തന്നെ. ഈ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും
ഒരു ചെറിയൊരു കാര്യം ഓർമ്മ വരും എനിക്ക്. കാരണം ഞാൻ സ്കൂളിൽ തേവര SHലാണ് മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിലെ ജോലിക്ക് കയറിയ ഇടയ്ക്കാണ് അൽഫോൻസാമ്മയെ പുണ്യവതിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു ചടങ്ങ് റോമിൽ നടക്കുന്നത്. അപ്പോൾ ഈ പാട്ട് അതിന് മുന്നേ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പാട്ട് അവിടെ റോമിൽ പാടാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ ചെല്ലാൻ വേണ്ടി ഒരു ക്ഷണം കിട്ടി. അച്ഛൻ എന്നെ വിളിച്ചു. പക്ഷേ അതൊരു നിർഭാഗ്യമെന്നാണ് എനിക്ക് തോന്നണേ. കാരണം ജോലിക്ക് കയറി ഒരു വർഷം ആയിട്ടില്ല. അപ്പോൾ ലീവ് എടുക്കാൻ ആ സമയത്തൊരു ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ അന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിപ്പോഴും ഒരു വിഷമമുണ്ട്. പക്ഷേ ഈ പാട്ട്, ഇത്ര നല്ലൊരു പാട്ട് പാടാൻ പറ്റിയതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ഇന്നും അൽഫോൻസാമ്മയുടെ തിരുനാൾ വരുമ്പോഴും പള്ളിയിലും ഒക്കെ ഈ പാട്ട് എല്ലാവരും ഏറ്റു പാടുന്നു എന്നറിയുന്നതിലും അതുപോലെ ആ പാട്ട് അവിടെ പാടിയത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് ദൈവത്തിന് നന്ദി പറയുക. ഏഴാം ക്ലാസ് തൊട്ടാണ് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഇൻഡിവിജ്വൽ ഒരു അറ്റൻഷൻ വേണം എന്ന് അച്ഛയ്ക്ക് തോന്നുകയും എനിക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് അപ്പോഴാണ്. കെസ്ട്രേട്ടൻ്റെ ചേട്ടൻ ഫെലിക്സ് സാറാണ് അങ്ങനെ എന്നെ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരുപാട് നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാനായിട്ട് സാധിച്ചു. തൃപ്പൂണിത്തുറ ലളിത ടീച്ചർ, ലീലാമണി ടീച്ചർ. പിന്നെ കോളേജിലേക്ക് കയറിയപ്പോഴും ഞാൻ കർണാട്ടിക് മ്യൂസിക് എന്നെ മെയിൻ എടുത്ത് പഠിക്കുകയായിരുന്നു. അപ്പം ചില നേരത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ അത് എനിക്കൊരു അതിശയമായിട്ട് തോന്നാറുണ്ട്. കാരണം ചെറുപ്പകാലത്തിൽ ഞാൻ ശാസ്ത്രസംഗീതം പഠിക്കുമ്പോൾ എനിക്കത് പഠിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. കാര്യം ലൈറ്റ് മ്യൂസിക്, സിനിമാ സോങ്സ്, അങ്ങനെ ലളിതഗാന ശാഖയിലുള്ള പാട്ടുകൾ പാടാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമുക്കറിയാം എപ്പോഴും ഒരു ശാസ്ത്രീയമായ അടിത്തറ സംഗീതത്തിൽ വേണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അതൊരു നല്ലൊരു റെൻഡറിങ്ങിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ എപ്പോഴും ഒരു ബേസ്മെൻറ്റ് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് കണ്ടിന്യൂ ചെയ്തു. പിന്നെ +2 കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് കയറുമ്പോൾ ഏതാണ് മെയിൻ സ്ട്രീം എടുത്ത് പഠിക്കേണ്ടതെന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ അപ്പോഴേക്കും ഞാൻ പ്രൊഫഷണലായിട്ട് തന്നെ സംഗീത ലോകത്ത് തന്നെയാണ് ആ സമയത്ത്. 7ാം ക്ലാസ് തൊട്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമും റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് മ്യൂസിക് തന്നെ മെയിൻ എടുത്ത് പഠിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. പക്ഷെ അതൊരിക്കലും നേരത്തെ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ദൈവം നമ്മെ അങ്ങനെ നമ്മളൊരു വഴിയിലോട്ട് തിരിച്ചു വിടുന്നതാണ്. തീർച്ചയായിട്ടും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ശരിക്കും മെയിനായിട്ട് വോക്കൽ കർണാട്ടിക് എടുത്ത് കോളേജിൽ പഠിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് BA മഹാരാജാസ് കോളേജിൽ പഠിക്കാനായിട്ട് ചേരുന്നത്. വളരെ നല്ലൊരു ക്യാമ്പസാണ്. നമുക്കറിയാം മഹാരാജാസ് കോളേജ് നല്ല രീതിയിൽ പാട്ടുകൾ പഠിച്ച് ക്യാമ്പസ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയൊരു കാലഘട്ടമാണ്. BA മ്യൂസിക്കിന് ദൈവം സഹായിച്ചെന്ന് റാങ്കോട് കൂടി പാസ്സാവാൻ പറ്റി. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും കർണാട്ടിക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. RLV കോളേജിലാണ് PG ചെയ്തത്. അവിടെയും ദൈവം സഹായിച്ച് ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സാവാൻ പറ്റി. അതിൻ്റെ തൊട്ട് തന്നെ റിസൾട്ട് വന്നതിൻ്റെ പുറകെയാണ് ഞാൻ തേവര SH സ്കൂളിലേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ എൻ്റെ റെക്കോർഡിങ്സും പ്രോഗ്രാമും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതും ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. കാരണം എല്ലാം നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതിന് മാനേജ്മെൻറ്റ് നല്ല ഒരു സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. CMI അച്ഛന്മാരുടെ സ്കൂളാണ് തേവര SH. അപ്പോൾ ഞാൻ +2 പഠിച്ചിരുന്നത് തേവര SHലാണ്. അപ്പോൾ പാട്ട് കാര്യങ്ങളെല്ലാം അവർക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഇങ്ങനെ പാടുന്നുണ്ടെന്നുള്ളതും. അവിടെ പഠിച്ചിരുന്ന സമയത്തും ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്തിരുന്നു. ഗന്ധർവസന്ധ്യ 2000 ഗന്ധർവസന്ധ്യ അവാർഡ് ലഭിക്കുന്നത് എനിക്ക് +2 പഠിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ ദാസങ്ങളുടെ കൂടെ പ്രോഗ്രാംസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണേ. അതും വലിയൊരു വഴിത്തിരിവായിരുന്നു. പ്രോഗ്രാം നല്ല ലെജൻഡറി സിംഗേഴ്സിൻ്റെയൊക്കെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ദാസങ്ങൾ, SPB സാറ്, ജയന്തൻ സാറ്, ചിത്രേച്ചി, ജാനകി അമ്മ, സുശീലമ്മ, അവരൊക്കെ പ്രസൻസിലാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഇപ്പോഴും ഓർക്കുകയാണ്. പിന്നെ സ്കൂൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോഴും നമുക്കൊരുപാട് നല്ല നല്ല ടാലൻസ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുകയാണല്ലോ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസസ് കുട്ടികളായിട്ട് ഷെയർ ചെയ്യാനും നമുക്ക് കഴിയുന്ന പോലെ അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാനും സാധിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ
ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ജെറി മാസ്റ്റർ, ബേൺ ഇഗ്നേഷ്യസ് സാറ്, ലിപ്സൺ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, പിന്നെ പീറ്റർ ഏട്ടൻ, ബേബി ചേട്ടൻ, അങ്ങനെ നമ്മൾ പേരെടുത്ത് പറയാൻ പോയാൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ നമുക്ക് അതെല്ലാം ഒരു നല്ല നല്ല ലെസൺസാണ്, പാഠങ്ങളാണ്. അത് നമുക്ക് കുട്ടികളിലേക്ക് കൈമാറാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ പള്ളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുർബാന കാണാം, അത്രയും അടുത്താണ് പള്ളി. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വളർന്നു വന്നതെന്ന് പറയാം. ആ ഒരു തലത്തിലേക്ക് എൻ്റെ പേരൻസ് കൈപിടിച്ച് നടത്തുകയുണ്ടായി. അത് തീർച്ചയായിട്ടും ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാവാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ പാടാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുകയാണ് തീർച്ചയായിട്ടും. ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പള്ളിയിൽ കാരോൾ സോങ് കോമ്പറ്റീഷന് പങ്കെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് ഓടി വരും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരുപാട് നല്ല പാട്ടുകൾ പാടാനായിട്ട് ദൈവം അനുവദിച്ചു, ക്രിസ്മസ് സോങ്സ് പാടാൻ. ആ പാട്ടുകളും വേദികളിൽ പാടി കേൾക്കുക എന്ന് പറയുന്നൊരു വലിയ സന്തോഷമാണ്, ഒരു പ്രത്യേക അനുഭവമാണത്. ഞാൻ ഈ അടുത്ത് പാടിയൊരു ക്രിസ്മസ് സോങ് ഉണ്ട്, ഒരു താരാട്ടുപാട്ടാണത്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു താരാട്ടുപാട്ടുണ്ട്, ചിത്രേച്ചി പാടിയിട്ടുള്ളത്, പൈതലാം യേശുവേ അല്ലേ. അപ്പോൾ ആ പാട്ടിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന പോലുള്ളൊരു പാട്ട് എനിക്ക് പാടാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷമാണ്. ഒരുപാട് പേര് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞൊരു പാട്ട്, അത് എൻ്റെ മനസ്സിലോട്ട് ഇപ്പോൾ വരികയാണ്. മഞ്ഞു മൂടിയ രാത്രി, കുഞ്ഞുറങ്ങിയ രാത്രി, മാലാഖമാർ മണിവീണമീട്ടി താരാട്ടു പാടിയ രാത്രി, താരാട്ടു പാടിയ രാത്രി, മഞ്ഞു മൂടിയ രാത്രി, കുഞ്ഞുറങ്ങിയ രാത്രി, മാലാഖമാർ മണിവീണമീട്ടി താരാട്ടു പാടിയ രാത്രി, താരാട്ടു പാടിയ രാത്രി.